അപ്പോൾ ഗൈസ് ഇന്ന് ഓഗസ്റ്റ് 29 ഇപ്പോൾ നമ്മുടെ ഓണം ചിത്രങ്ങളിൽ ഓടുംകുതിര ചാടുംകുതിര എന്ന് റിലീസായിരുന്നു. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ലോക അതേപോലെ തന്നെ ഹൃദയപൂർവ്വത്തിൻ്റെ ഒക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണത്തിന് ഇപ്പം ലോക നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഓടുംകുതിര ചാടുംകുതിര കഴിഞ്ഞിറങ്ങി. പടം അത്യാവശ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് കണ്ടിരിക്കാനുള്ളൊരു രീതിയിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ആണ് പറയുന്നത്, നമുക്ക് ചോദിക്കാം. ഓക്കെ, ഓടുംകുതിര ചാടുംകുതിര അൽതാഫ് സലീം എഴുതി ഡയറക്റ്റ് ചെയ്തേക്കുന്ന പടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവരുദ്ദേശിച്ചത് തന്നെ ഒരു ഓവർ ദ ടോപ്പ്, ഒരു സാധാരണ കാണാത്തൊരു കോമഡിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കഥ ഭയങ്കര ഒരു സിമ്പിൾ കഥയാണ്. അത് പക്ഷേ ഒരു മണിക്കൂറിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം അത് വലിച്ചു നീട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ കോംപ്ലക്സ് അൺനെസസറി ആയിട്ട് കോംപ്ലക്സ് ആവും എന്ന് പറയൂലേ. ഒരു പ്രശ്നത്തിന് എവിടെയൊക്കെ കുറെ സംഭവങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ആഡ് ചെയ്തതുപോലെ ഒരു ഇത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ ഹ്യൂമർ ചിലവർക്ക് വർക്കാവും, പക്ഷെ ചിലവർക്ക് വർക്കായില്ല. ഞാൻ വർക്കാവാത്ത കൂട്ടത്തിൽ നിന്ന് എനിക്ക് എന്തോ കുറെ ഇതിൽ നിന്ന് എനിക്കത് അത്ര ഇത് ക്ലിക്കായില്ല. ഫഹദിന്റെ പെർഫോമൻസ് ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫഹദ് ഇവിടെ എനിക്കൊരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. കാരണം പഴയ ഒരു ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുമാതിരി ഫിസിക്കൽ ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഏറ്റവും നല്ലൊരു ആക്ടർ. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു പണ്ടത്തെ ഇപ്പൊ ഒരു നിവിൻ പോളിയില്ലേ, മറ്റൊരു തട്ടത്തെ മറയത്തിലെ മറ്റൊരു പ്രേമത്തിന്റെ അകത്തുള്ള ഇച്ചിരി ഫിസിക്കലായിട്ട് കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് നിവിനോ അങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ മെയിൻ റോൾ ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി. ഫഹദിന് വിനയ് ഫോർട്ട് നല്ലതായിരുന്നു. വിനയ് ഫോർട്ടിന് കിട്ടിയതും വെച്ച് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ എടുത്തു പറയാൻ പറ്റിയ റോള് സുരേഷ് കൃഷ്ണ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ആകെ കുറച്ച് റോൾ ഉണ്ടായിരുന്നെങ്കിലും പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദിന്റെ കൂടെ വന്ന ഒരു പുതിയ അനുരാജ് നല്ലതായിരുന്നു, പക്ഷെ എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കല്യാണി എപ്പോഴും ആസ് ആൻ ആക്ടർ ഒരു സെയിം സംഭവം. പുള്ളിക്കാരിക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൽ വരിക, അപ്പാക്കാനോ ഇത് എന്ന് പറഞ്ഞാൽ മോശവുമല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് ഓർമ്മിക്കോ അതുമില്ല. അങ്ങനത്തെ പഴയൊരു സംഭവം കിട്ടുന്നില്ല. പഴയൊരു സംഭവം എനിക്ക് ആ ഒരു നമ്മൾ ഓർത്തിരിക്കും. പുള്ളിക്കാരത്തിന്റെ പടം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് ഇല്ല അതില്, ടു ബി ഓണസ്റ്റ്. പഴയല്ല, നമ്മൾ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഒരാളുടെ ഒരു ആക്ടറിന്റെ ഗ്രാഫ് എപ്പോഴും മേപ്പോട്ട്. ആ ഒരു സംഭവം ഇപ്പൊ സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നതിലല്ലാണ്ട് അഭിനയത്തില് ആ ഒരു ഗ്രാഫ് മേപ്പോട്ട് പോകുന്നില്ല. സ്റ്റിൽ ആ ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ് കല്യാണിയുടെ അഭിനയം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫഹദിന്റെ കാര്യം പറഞ്ഞല്ലോ, പഴയ ഒരു ഫഹദായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ഫഹദ് പക്ക അഭിനയം. ആ ഒരു ഇന്ത്യൻ പ്രണയതയിലെ പോലെ മറ്റേ ഫിസിക്കലായിട്ട് ഹ്യൂമർ ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്തോ ആ ഒരു ഫിസിക്കൽ ഹ്യൂമർ ചെയ്യുമ്പോ ഫഹദ് ഭയങ്കര കഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യണേക്കാളും അത് പുള്ളിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി ത്രൂ ഔട്ട് പടം കണ്ടപ്പോ. പടം കണ്ടിട്ട് എനിക്ക് കുറച്ച് ആവറേജ് ആയിട്ട് തോന്നിയത്. അവരാണ് കാണാനുള്ള പടങ്ങളുണ്ട്, പക്ഷേ ഹൈപ്പ് വെക്കണ്ട, ഹൈപ്പ് വെച്ച് പോകാനുള്ള പടമില്ല. വെച്ച് പോവാൻ ഞാനിത് കുഴപ്പമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ച്. അതിൽ കൂടുതൽ നമ്മൾ അത്രയും ചിന്തിച്ച് ഇത് ചെയ്യേണ്ടതില്ല. പക്ഷെ ലാലിന്റെ പെർഫോമൻസ് ഇവിടെ എടുത്തു പറയുന്നു. ലാല് ഇവിടെ ഹ്യൂമർ ആണെങ്കിലും ആ ഭയങ്കര ഇച്ചിരി ഓവർ ദ ടോപ്പ് ഹ്യൂമർ ആണെങ്കിലും പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ സീക്വൻസിലാണെങ്കിലും പുള്ളി ആ ലാസ്റ്റത്തെ ഒരു ഇമോഷണൽ സീക്വൻസിലെ അതിലാണെങ്കിലും പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. അത് എനിക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ആയി ഇവിടെ വന്നേക്കുന്ന ഒരു ആക്ടർ. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പടം നല്ലതാണ്. സിനിമറ്റോഗ്രഫി അല്ലായിരുന്നു, ഗ്രേഡ് നല്ലതായിരുന്നു, കളറിംഗ് നല്ലതായിരുന്നു. പക്ഷെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ജസ്റ്റിൻ പ്രഭ നല്ല ഇതാണ്. പടം ഓവറോൾ കാണാനുള്ള പടമുണ്ട്, പക്ഷെ ഒരു ഓണം ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയിരുന്ന് പോകേണ്ട ഒരു രീതിയിലുള്ള പടം അതുണ്ടാവില്ല. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അത് ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു അൽതാഫ് സലീമിന്റെ ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു ഇതൊന്നുമില്ല. അൽതാഫ് ചെറിയ റോള്, ഒറ്റൊരു സീനുള്ളൂ. പക്ഷെ പുള്ളി വന്നത്, പുള്ളി ചെയ്തു, പുള്ളി പോയി. അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പടം ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഓണത്തിന് ഐ എക്സ്പെക്റ്റഡ് മോർ. അൽതാഫ് സലീം എന്ന ഒരു ഡയറക്ടർ റൈറ്ററിൽ നിന്നും ഫഹദിന്ന് എസ്പെഷ്യലി ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. പക്ഷെ എന്തോ എന്റെ എക്സ്പെക്ടേഷൻസ് മാച്ച് ആയില്ല ഇവിടെ. ഫഹദിന്റെ അഭിനയങ്ങള് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കാണാം. അതാണ് ഈ പടത്തിലേക്ക് എല്ലാവരെയും നയിക്കുന്നത്. പക്ഷെ ആ ഒരു ടോപ്പ് സാധനം നമുക്ക് കിട്ടുന്നില്ല ഈ പടത്തിലൂടെ. അതാണ് ഫഹദ് അവസാനം വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോ മിസ്സായി. നമ്മൾ ഇൻവെസ്റ്റഡ് ആവാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റഡ് ആയില്ല. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് തന്നെയാണെങ്കിലും നമ്മൾ വിചാരിക്കും ഓക്കെ കഥ ഇനി ഇതുവരെ ഉള്ളൂ, ഇനി നമ്മൾ എന്ത് കാണും. എന്നിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ വേറൊരു രീതിക്ക് കഥ പോകും.
അപ്പൊ നമ്മൾ തന്നെ ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വേണോ വേണ്ടയോ എന്തിനാ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെ നമുക്ക് തന്നെ പടത്തി വരും. അതാണ് അതിപ്പോ നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ടെക്നിക്കൽ സൈഡ് കുറച്ചുകൂടെ പറയാൻ അതല്ല, എഡിറ്റിംഗ് ആണെങ്കിലും നിതിൻ രാജ് ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സഫീഷ്യന്റ് ആണ്, എഫിഷ്യന്റ് ആയിട്ട് എഡിറ്റിംഗ്. പിന്നെ ജിൻഡോ ജോർജ് ആണെങ്കിൽ നന്നായിട്ട് സിനിമറ്റോഗ്രഫി. ഈ പടത്തിന്റെ ഫ്രെയിംസ് എങ്ങനെ നോക്കിയാലും ഫ്രെയിംസും കളറിങ്ങും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ കമ്പോസർ ആണെങ്കിൽ ജസ്റ്റിൻ വർഗീസ് ഡിഡ് ആൻ അമേസിംഗ് ജോബ്. പുള്ളി സഫീഷ്യന്റ് ആയിട്ട് തന്നേക്കുന്ന എന്താണ് പുള്ളിയുടെ പണി ചെയ്തിട്ടുണ്ട്. സ്കോർ ആണെങ്കിലും മ്യൂസിക് സോങ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ അഗൈൻ കമ്മിങ് ബാക്ക് ടു ഇത് അൽത്താഫ് ഐ എക്സ്പെക്റ്റഡ്. കാരണം ഞാൻ എനിക്ക് നാട്ടിലെ ഇടവേള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം അന്ന് തിയേറ്ററിൽ ചെന്നിട്ടാണെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഡിലൈറ്റ്ഫുൾ ആയിട്ട് വന്ന. അൽത്താഫിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോർബിഡ് അല്ലെങ്കിൽ ഭയങ്കര ഇത് നാട്ടുകാരിങ്ങനെ ഇതായിട്ട് കാണുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാൻസർ പോലത്തെ ഈ ടോപ്പിക് നണ്ടുകളുടെ നാട്ടിൽ പുള്ളി അത് ഹ്യൂമറായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇവിടെയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇതും പുള്ളി ശ്രമിച്ചു, പക്ഷെ അതെങ്ങനെയോ അത്ര ഹിറ്റായില്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ സിനിമയുടെ ടൈറ്റിലിന്റെ സംഭവം നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണത്. അതിന് ആപ്റ്റാണ്. ഓടും കുതിര ചാടും കുതിര എന്ന ടൈറ്റിൽ ഇതിന് വളരെ ആപ്റ്റാണ്, ഇതിന് കറക്റ്റ്. കാരണം അതിന്റെ എക്സാമ്പിൾ തന്നെ, അതിന്റെ റീസൺ തന്നെ ഫസ്റ്റ് 15-20 മിനിറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓണം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇത് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഫാമിലി ഓഡിയൻസിന് കുഴപ്പമില്ലാണ്ട് പോയി കാണാനുള്ള ഒരു സംഭവം ഉണ്ട്. കാണാം, പക്ഷെ ഒരു ഓണം ചിത്രം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന് പോയി കാണാനുള്ള സാധനം ഇല്ല. ആവറേജ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക ലോക തന്നെയായിരിക്കും, കൂട്ടത്തിൽ പോയി സജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ മൂവി റിവ്യൂ. എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടേല് വെച്ച് ആവറേജ്. ഇത് ഓണത്തിന് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു.